വടകരയിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമം നടക്കുന്നുവെന്ന് ആരോപിച്ച് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന യൂത്ത് അലർട്ട് പരിപാടി ഇന്ന് വൈകിട്ട് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം എം പി പരിപാടി ഉദ്ഘാടനം ചെയ്യും. വർഗീയതയ്ക്കെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധിക്കേണ്ടത് സ്വന്തം പാർട്ടിക്കുള്ളിലാണെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു. വോട്ടെടുപ്പ് കഴിഞ്ഞെങ്കിലും വടകരയിൽ രാഷ്ട്രീയ പോരിന് കുറവില്ല. LDF സ്ഥാനാർത്ഥി KK ശൈലജയെ UDF അധിക്ഷേപിച്ചെന്നും വർഗീയ പ്രചാരണം നടത്തുന്നുവെന്നും ആരോപിച്ചാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. വടകര വർഗീയതയെ അതിജീവിക്കും എന്ന മുദ്രാവാക്യമുയർത്തിയാണ് യൂത്ത് അലർട്ട് സംഘടിപ്പിക്കുന്നത്. ഇന്ന് വൈകിട്ട് നടക്കുന്ന പരിപാടി ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം MP ഉദ്ഘാടനം ചെയ്യും. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെ ഒരു സമുദായത്തിന്റെ മാത്രം പ്രതിനിധിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചത് CPIM ആണെന്ന് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ തിരിച്ചടിച്ചു. CPM-ഉം DYFയും LDF-ഉം പുറത്ത് വിപ്ലവത്തിൻ്റെ വായ്ത്താരിയും അകത്ത് വർഗീയ വിഷം തുപ്പുന്ന പരിപാടികളാണ് മുന്നോട്ട് പോയത്. കഴിഞ്ഞ 13 വർഷക്കാലമായി MLA-യും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും പ്രസിഡൻ്റായിരുന്ന ഷാഫി പറമ്പിലിനെയും ഒരു സമുദായത്തിൻ്റെ പ്രതിനിധിയാക്കി മാറ്റാനുള്ള ഏറ്റവും വൃത്തികെട്ട പ്രചരണമാണ് വടകരയിൽ നാളിതുവരെയായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച കാലം മുതൽ CPI നടത്തി വരുന്നത്. ഇന്ന് CPI നടന്ന പരിപാടിയോട് DYFI നടന്ന പരിപാടിയൊക്കെ പറയാനുള്ളത്, പരിപാടി നടത്തേണ്ടത് പുറംലോകത്തല്ല, പാർട്ടിക്കകത്താണ്. മന്ത്രി PA മുഹമ്മദ് റിയാസ് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് വോട്ട് പിടിച്ചെന്നും ആരോപണം. UDFന്റെ നേതൃത്വത്തിൽ വർഗീയതയ്ക്കെതിരെ ബഹുജന പരിപാടി സംഘടിപ്പിക്കുമെന്നും പ്രവീൺകുമാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ വ്യാജ പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഇരുമുന്നണികളുടെയും പരാതികളിൽ വടകരയിൽ 13 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 24 കോഴിക്കോട്.